ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. പിന്നെ നിങ്ങളിങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് പിന്നെ ചെയ്യുന്ന ട്രാൻസാക്ഷൻ്റെ പിന്നെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവിടെ നോക്കാൻ പറ്റും. അതായത് ടുഡേ, വീക്ക്, മന്ത്ലി, ആനുവൽ, ഓൾ ടൈം ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഹോം ഉണ്ട്. പിന്നെ നിങ്ങൾ നടക്കുന്ന സെയിൽസിൻ്റെ കാര്യങ്ങൾ ഇവിടെ കാണിക്കും, ഏതൊക്കെ ഇതായിട്ടുണ്ട്. ഇതിപ്പം ഇത് ഫെയിൽഡ് ആവുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ അത് സെയിം. അതേപോലെ തന്നെ ടുഡേ, വീക്ക്, മന്ത്, ആനുവൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും പീരീഡ് വെച്ചിട്ട്. ഒരു സെയിൽ നിങ്ങൾക്കൊരു കസ്റ്റമറിനെ അയച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് അത് ഉണ്ടാവുക. പിന്നെ അത് കംപ്ലീറ്റ് ആയിരുന്നില്ല, പെയ്ഡ് എന്നിട്ട് കാണിക്കും. ഓക്കെ. പിന്നെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഓപ്ഷനാണ്. ഇതിൽ നിന്ന് ഫസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഇൻ പേഴ്സൺ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതായത് ഒരാൾ സ്റ്റോറിൽ വന്നു. അപ്പോൾ സ്റ്റോറിൽ വന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ കസ്റ്റമർക്ക് പിന്നെ ഇത് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സിമ്പിളായിട്ട് ലിങ്ക് അയച്ചു കൊടുക്കണം ആണെങ്കിൽ ഉള്ള ഓപ്ഷനായത്. ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 10 ദിർഹംസ് അടിക്കുന്ന വിചാരിക്കും. 10 ദിർഹംസ് അടിക്കുന്ന ചാർജ് കൊടുക്കുക. പിന്നെ ഇതിൽ ഓപ്ഷൻസ് കാണിക്കും. QR കോഡ് ഉണ്ടാവും, ലിങ്ക് ഉണ്ടാവും, കാർഡ് ഫോം, ടാബി ടമാറ, ക്യാഷ്. ഇപ്പം കസ്റ്റമർക്ക് ടാബി ടമാറയും ലിങ്കോ എല്ലായിട്ടാണ് വേണമെങ്കിൽ ലിങ്കിൽ പോവാം. ലിങ്ക് ക്രിയേറ്റ് ആയിട്ട് ഷെയർ ചെയ്യുക. കസ്റ്റമർക്ക് നേരെ വാട്സപ്പിൽ ഷെയർ ചെയ്താൽ മതി. ഓക്കെ. ഇതാണ് ഒരു ഓപ്ഷൻ. പിന്നെ ഇതിൽ പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ആ കസ്റ്റമർക്ക് തന്നെ ഇപ്പോൾ ലിങ്ക് മാത്രം, അതായത് ടാബി ടമാറ മാത്രം മതിയെങ്കിൽ ടാബി മാത്രം സെലക്ട് ചെയ്ത് അങ്ങനെ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. അതിൽ തന്നെ പിന്നെ നിങ്ങൾക്ക് തന്നെ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾ എമൗണ്ട് കാര്യങ്ങൾ കൊടുക്കുക. കൊടുത്തതിന് ഇതിപ്പം തന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഈ വാറ്റ് കാര്യങ്ങൾ ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചോണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള. കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ നോട്ട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിനെന്താണ് സംഭവം, ഇതെന്താണ് നെയിം, കസ്റ്റമർ നെയിം കാര്യങ്ങൾ കൊടുക്കാം. പിന്നെ ഇത് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അത് കൊടുത്തതിനാൽ ഫോം വരും. അത് ഫില്ല് ചെയ്തിട്ട് കസ്റ്റമർക്ക് നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങൾ കിട്ടും. പിന്നെ ഇതിൽ ഓപ്ഷൻ കണ്ടോ, പേ വിത്ത് ടാബി ടമർ, ഇത് ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓഫ് ചെയ്യാം, വേണമെന്നെങ്കിൽ ഓൺ ചെയ്താൽ മതി. പിന്നെ ഇതിന് എത്ര മണിക്കൂർ കൊണ്ട് ഈ ലിങ്ക് എക്സ്പയർ ആണ് കാര്യങ്ങൾ അത് കൊടുക്കാം. പിന്നെ കസ്റ്റം ഫീ, ഇതിൽ നിങ്ങൾക്ക് അഡീഷണൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കസ്റ്റം ഫീഡ് കൊടുത്തിട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം അതേപോലെ തന്നെ ലിങ്ക് ഇങ്ങനെ ഡീറ്റെയിൽസ് വരും. ഷെയർ കൊടുക്കുക, സെയിം അയച്ചു കൊടുക്കാം. ഇത് വേറൊരു ഓപ്ഷൻ. പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഇതിൻ്റെ കൂടെ ഒരു അറ്റാച്ച്മെൻറ്റ് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ഇൻവോയ്സ് എന്നുള്ളൊരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് സെയിം തന്നെ. അതിൽ നിന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഫില്ല് ചെയ്തിട്ട് അറ്റാച്ച്മെൻറ്റ് കൂടി ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇത് മൂന്നാമത്തെ ഓപ്ഷൻ. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കളക്റ്റാണ്. കളക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിപ്പം വല്ല എന്തെങ്കിലും ക്യാമ്പയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാളോ മറ്റോ യൂസ് ചെയ്തിട്ട് അവിടെ നിങ്ങളൊന്ന് പേയ്മെൻറ്റ് കളക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ നിങ്ങളെ സ്റ്റോറിൽ ഒരു കസ്റ്റമർ വന്നിട്ട് അവിടെ നിന്ന് പെട്ടെന്നൊരു പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ എന്താണ് നമ്മളൊരു കളക്ട് സ്റ്റാൻഡ് ഷെയർ ചെയ്യും. നമ്മൾ അരാമിക്സ് വഴി ഒരു സ്റ്റാൻഡ് ഷെയർ ചെയ്യും. അതെന്ത് കസ്റ്റമർക്ക് സ്കാൻ ചെയ്ത് തന്നെ ഡയറക്റ്റ് എന്ത് ചെയ്യും, ലിങ്കിലേക്ക് പോയിട്ട് അവിടുന്ന് കസ്റ്റമർക്ക് എന്ത് ചെയ്യുക, ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യാം എമൗണ്ട് അടിച്ചിട്ട്. അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒന്ന് ബിൽഡ് ചെയ്യാം. അതിനുള്ളൊരു ഓപ്ഷനാണ്. അത് QR കോഡ് ഇവിടെ ജനറേറ്റ് ആവും. അത് നിങ്ങൾ ജസ്റ്റ് പ്രിൻറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എന്താണ് വെബ്സൈറ്റിൻ്റെതാണ്. വെബ്സൈറ്റിൻ്റെ ചെക്കൗട്ടിൻ്റെ ഇത് കൊടുക്കണം. ഇത് കാറ്റലോഗ് എന്നാണ്. നിങ്ങളെന്തെങ്കിലും പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, ആഡ് ചെയ്തിട്ട് ഉള്ള ഓപ്ഷൻ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്തിട്ട് കസ്റ്റമർക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. ഓക്കെ. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാറ്റലോഗ് ആഡ് ചെയ്യാം, എമൗണ്ട് അതിൻ്റെ എന്താണ് സംഭവങ്ങൾ അയച്ചിട്ട് ഡീറ്റെയിൽസ് അയച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, ഇതിൽ ഇമ്പോർട്ട് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് പിന്നെ ഇതിലിപ്പോൾ ലിങ്ക് ചാക്കുന്ന സമയത്ത് ഓപ്ഷൻ ഉണ്ടാവും, കാറ്റലോഗ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. ആഡ് പ്രൊഡക്റ്റ് പോയി കഴിഞ്ഞാൽ കാറ്റലോഗിലേക്ക് പോവാം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ അങ്ങനെയും ചെയ്യാനുള്ള ഓപ്ഷൻ സിമ്പിളായിട്ട്. ഇതും സ്റ്റോറും സെയിമും നിങ്ങളുടെ വെബ്സൈറ്റ് ഇത് ബിൽഡ്, അതായത് സെയിം നമ്മുടെ നിങ്ങൾ ഒരു എന്ത് ചെയ്യാം, ഒരു സ്റ്റോറി ഇതാക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ട് സ്റ്റോർ എനേബിൾ ചെയ്തിട്ട് അതിൽ നിങ്ങൾക്ക് ഇതേപോലെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ട് അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ്. ഓക്കെ. പിന്നെ ഇത് മെമ്പർഷിപ്പ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു സെയിം ഡേ പേ ഔട്ടിൻ്റെ ഒരു പാക്കേജാണ്. ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരു 10-15 ട്രാൻസാക്ഷൻ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മുടെ ബാക്കിൻ്റെ റിസ്ക് ടീം എന്ത് ചെയ്യും, നിങ്ങളെ ട്രാൻസാക്ഷൻ്റെ ഓതറൈസേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ഇത് ഓഫർ ചെയ്യും, ഈ ഒരു പാക്കേജ് ഓഫർ ചെയ്യും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 3 പ്ലാനാണ് വരുന്നത്, പർപ്പിൾ, സിൽവർ, ഗോൾഡ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം ഡേ പേ ഔട്ടാണ്. അതായത് അന്ന് ചെയ്യുന്ന ട്രാൻസാക്ഷൻ അന്ന് തന്നെ പേയ്മെൻറ്റ് കിട്ടും. അതിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ ഈ പർപ്പിളിൽ 5000 വരെയാണ് ലിമിറ്റ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ അയക്കുന്ന ലിങ്കിൽ നിങ്ങൾ ഇന്നലെ ചോദിച്ചിട്ടുണ്ടല്ലോ ബാനർ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു തീം, പർട്ടിക്കുലർ കളർ തീം കാര്യങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ നിങ്ങൾ അയക്കുന്ന ലിങ്കിന് ഒരു ചെക്ക് മാർക്ക് കാര്യങ്ങളുണ്ടാവും. പിന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആപ്പിൽ തന്നെ കംപ്ലീറ്റ് വിസിബിലിറ്റി വരും. കാരണം ഇത് പ്രയോറിറ്റിയുള്ള കസ്റ്റമേഴ്സിനാണ് ഇത് പിന്നെ ഇതിൽ വരാൻ ഈ മെമ്പർഷിപ്പ് എടുത്തന്നെ പ്രയോറിറ്റി കസ്റ്റമറിലേക്ക് വരും. പിന്നെ ഇതിൽ തന്നെ നെക്സ്റ്റ് പ്ലാൻ വരുന്നത് സിൽവറാണ്. സിൽവറിലാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.5 ലക്ഷം വരെ സെയിം ഡേ കളക്ട് ചെയ്യാൻ പറ്റും. ഒരു ദിവസം 2 പേ ഔട്ട് ഉണ്ടാവും. പർപ്പിളിൽ 1 പേ ഔട്ട് ആണെങ്കിൽ സിൽവറിൽ 2 പേ ഔട്ട് ഉണ്ടാവും. ഉച്ചയ്ക്ക് 1 പേ ഔട്ട് ഉണ്ടാവും, വൈകുന്നേരം 1 പേ ഔട്ട് ഉണ്ടാവും. അത് 2.5 ലക്ഷം വരെ കളക്ട് ചെയ്യാം. സെയിം ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ സെയിം തന്നെ. പിന്നെ ഗോൾഡിലാകുമ്പോൾ നിങ്ങൾക്ക് 5 ലക്ഷം വരെ കളക്ട് ചെയ്യാം. അത് 3 റേറ്റ്സിലാണ് വരുന്നത്. മന്ത്ലി ഓപ്ഷനാണ് ഇതിൽ, അതായത് ഇയർലി പ്ലാൻസ് ആണ് ഇതൊക്കെ. അതായത് മന്ത്ലി ഇപ്പം ഇതിന് 79, ഇതിന് 179, ഇതിന് പിന്നെ 390. ഇത് പറഞ്ഞാൽ ഇയർലി ആയിട്ടുള്ളതാണ്. ഇയർലി ആകുമ്പോൾ ഇതിപ്പം 948 സംതിങ് വരും, ഇത് 2000 സംതിങ് വരും, ഇത് ഏകദേശം 3000 സംതിങ് അങ്ങനെ വരും. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇയർലി ഓപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഇത് നിങ്ങൾക്ക് സെയിം പ്ലാനാണ്, നിങ്ങൾക്ക് മന്ത്ലി ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പറഞ്ഞാൽ 99 വരുന്നത്. ഇതാകുമ്പോൾ 229. ഇത് വരുന്നത് 499. അത് നിങ്ങൾ എലിജിബിൾ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്യാഷ് ഫ്ലോ കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ ഓപ്ഷനാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് മെയിൻ ക്യാഷ് ഫ്ലോ കാര്യങ്ങൾ നോക്കുന്ന കസ്റ്റമേഴ്സിനുള്ള ഇതാണ്. പിന്നെ വേറെ പിന്നെ സംഭവങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ സെറ്റിങ്സിൽ പിന്നെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതാണ് നിങ്ങളുടെ നിങ്ങളുടെ ഓണർ പേര് തൊൽഹ എന്നുള്ള പേര് കാര്യങ്ങളുണ്ടാവും, എനാബിൾ ആയിരിക്കും. ഇവിടെ നിങ്ങളെ സ്റ്റാറ്റസ്, അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങൾ എപ്പോഴാണ് പേ ഔട്ട് സ്പീഡ് എത്രയാണ്, അതായത് എത്ര ദിവസം കൊണ്ടാണ് പേ ഔട്ട് ചെയ്യുക, അതായത് 2 ദിവസമായിരിക്കും കാണിക്കുക. നിങ്ങളുടെ ഷെഡ്യൂൾ എങ്ങനെയാണ്, അതായത് എല്ലാം പിന്നെ 2 ഡേയ്സിൻ്റെ ഇതിലായിരിക്കും കാണിക്കാം. പിന്നെ ആക്റ്റീവ് ആണ്, പേ ഔട്ട്സ് കാര്യങ്ങൾ അതൊക്കെ ചെക്ക് ചെയ്യാം. പിന്നെ മെമ്പർഷിപ്പ് നിങ്ങളുണ്ടെങ്കിൽ മെമ്പർഷിപ്പിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. പിന്നെ നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസ്, മൊബൈൽ നമ്പർ ഏതാണ്, ഇമെയിൽ അഡ്രസ്സ് ഏതാണ് കാര്യങ്ങൾ. പിന്നെ ആപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടാവും നോട്ടിഫിക്കേഷനിൽ. പിന്നെ മെയിൻ ഇതിൽ എന്ന് പറഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ബിസിനസ്സിന് ഇൻഫർമേഷൻ നിങ്ങൾ കൊടുത്ത നമ്മൾ ഫില്ലപ്പ് ചെയ്ത കാര്യങ്ങൾ, നിങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. നിങ്ങളുടെ പ്ലാൻ ഇപ്പോൾ ഉണ്ടാവുന്നതാണ്, ഇതാണ് ഉണ്ടാവും 2.37 + 80% ഈ ഒരു പ്ലാൻ അത് കാണിക്കും 2 ഡേൻ്റെ. അതിപ്പം ഇതിൽ നോക്കണ്ട, ഇത് പിന്നെ നമ്മുടെ റേറ്റ് ഇതല്ല വരാൻ. ഓക്കെ, നിങ്ങളുടെ ഇതാണ് വരാം 2.37 + 80%. പിന്നെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പിന്നെ സ്റ്റിക്കർ ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ കളക്ട് ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് ഇപ്പം അഡീഷണൽ സ്റ്റിക്കേഴ്സ് സ്റ്റാൻഡ് കാര്യങ്ങൾ വേണമെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് പുതിയൊരു ഓപ്ഷനാണ് ആപ്പിൽ വന്നത്. പിന്നെ നിങ്ങൾക്ക് പിന്നെ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇത് അക്കൗണ്ട് ബാലൻസ് ആണ്. നിങ്ങൾക്ക് എത്രയാണ് കാര്യങ്ങൾ വന്നിട്ടുള്ള, എത്ര പേ ഔട്ട് ഉണ്ട് സംഭവങ്ങൾ ഇവിടെ കാണിക്കും, എത്ര ബാലൻസ് കിട്ടാനുണ്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് പേയ്മെൻറ്റ് മെത്തേഡ്, അത് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ ഇതാണ് മെയിൻ, അതായത് നിങ്ങളുടെ പിന്നെ ഇതുണ്ടല്ലോ, അതായത് അഡീഷണൽ ആൾക്കാർക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇതാണ്. ഇതിലെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ തൽഹക്ക് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അവരുടെ പേര്, ലാസ്റ്റ് നെയിം, ഒരു ഇമെയിൽ അഡ്രസ്സ്, പുതിയൊരു ഇമെയിൽ അഡ്രസ്സ്, ഒരു മൊബൈൽ നമ്പർ, അവരെന്താണ് ടൈറ്റിൽ, പിന്നെ ഇതിന്ന് ഏതെങ്കിലും ഒരു റോൾ ചൂസ് ചെയ്യുക. അവർക്ക് ഏത് റോളാണ് നിങ്ങൾക്ക് കൊടുക്കേണ്ട ആ റോൾ ചൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ഇൻവൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇമെയിൽ പോകും. ഇമെയിലിൽ അവരെന്ത് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഈ ആപ്പിൽ തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയമുണ്ടല്ലോ, സൈനപ്പ് ചെയ്ത് അതിൻ്റെ താഴെയായിട്ട് ജോയിൻ ടീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്യണം, അവരെ നമ്പർ കാര്യങ്ങൾ കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്താൽ അവർക്ക് ഇതേപോലത്തെ ഡാഷ്ബോർഡ് തന്നെ കിട്ടും. പക്ഷേ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ലിമിറ്റേഷൻ കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങളെപ്പോലെ കംപ്ലീറ്റ് ആക്സസിബിലിറ്റി കാര്യങ്ങൾ ഉണ്ടാവില്ല. അവർക്ക് ജസ്റ്റ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ടാവും. അവർക്ക് പക്ഷേ ഇവിടെ സെറ്റിങ്സിൽ കുറച്ച് ലിമിറ്റേഷൻ കാര്യം ഉണ്ടാവും. ചിലപ്പോൾ മേ ബി ചില ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഇതുപോലെ ചില കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. അവർക്ക് ജസ്റ്റ് ലിങ്ക് ജനറേറ്റ് ചെയ്യണം, അത് കിട്ടിയോ എന്നുള്ള കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്യാനായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ. പിന്നെ ടാക്സിൻ്റെ സംഭവമാണ് ഇത് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് അതിൽ ടാക്സ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓൾറെഡി TRN ആഡ് ചെയ്യുന്നുണ്ട്, TRN ഇവിടെ കാണിക്കും. പിന്നെ വാറ്റിൽ പോയി കഴിഞ്ഞാൽ വാറ്റിൻ്റെ ഇവിടെ 3 ഡോട്ട് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എനേബിൾ ആക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഡിസേബിൾ ഞാൻ ആക്കിയതാണ്. ഇപ്പോൾ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അയക്കുന്ന എത്രയാണ് എമൗണ്ട്, ആ എമൗണ്ടിൽ 5% വാറ്റും കൂടി ഓട്ടോമാറ്റിക് ആഡ് ആയിക്കോളും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലാതെ ഇപ്പോൾ ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫീൻ്റെ ഈ ഒരു ഓപ്ഷനാണ്. ഇത് പിന്നെ ഡിസേബിൾ ആയിട്ട് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെറ്റ് ഓൺ ഫീ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു പർട്ടിക്കുലർ എത്രയാണ് ചാർജ് വേണ്ടത് അങ്ങനെ ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇനിയിപ്പം ഓട്ടോമാറ്റിക് നിങ്ങളുടെ എത്രയാണ് ചാർജ് അത് മതിയെങ്കിൽ അത് എന്ത് ചെയ്യാം, അത് കൊടുത്തതിന് ഓട്ടോമാറ്റിക് എന്താവും, നിങ്ങളുടെ എത്രയാണ് ചാർജ് ആ ചാർജ് അത് കസ്റ്റമറിൽ നിന്ന് കളക്ട് ആവും. ജസ്റ്റ് ഇപ്പോൾ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചാൽ, ഇപ്പം ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പം ഒരു 10 dirhams കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് എൻ്റെ ചാർജ് എത്രയാണ്, അത് അതായത് എൻ്റെ 2.57 ആണ്. ആ ചാർജ് പ്ലസ് അതിൻ്റെ വാറ്റും അഡീഷണൽ ഓട്ടോമാറ്റിക് വന്നതുണ്ടോ.
അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് ഈ 2 ചാർജും വേണ്ടാന്ന് നിങ്ങൾക്ക് ഒഴിവാക്കും. വാറ്റ് വേണമെങ്കിൽ വാറ്റ് ഒഴിവാക്കാം, ഇത് വേണമെങ്കിൽ ഒഴിവാക്കും. നിങ്ങൾക്ക് ഈ നെറ്റ് എമൗണ്ട് ഇത് ഈ ചാർജ് കഴിച്ചിട്ട് ബാക്കി എമൗണ്ട് ആയിരിക്കും നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളാണ്. പിന്നെ ഇനീഷ്യലി ഒരു ചെറിയൊരു ഡൗട്ട്സ് ഉണ്ടോ, പിന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്ലിയർ ആവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, നമോദ് ഡാഷ്ബോർഡ് സെർച്ച് ചെയ്താൽ മതി. നമോദ് ഡാഷ്ബോർഡ് നമോദ് ഡാഷ്ബോർഡ് NOMOD അതാ ഫസ്റ്റ് ഡാഷ്ബോർഡ്. ഓക്കെ, എന്ന് ടൈപ്പ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം യൂസർ നെയിം പാസ് ചെയ്തിട്ടുണ്ടാവും സംഭവം. ക്രിയേറ്റ് ചെയ്താൽ അല്ലേ? വേറെ ഏതെങ്കിലും ചെയ്യണമെങ്കിൽ ഇനിയിപ്പം നമുക്കിപ്പം ഇതിൽ നിങ്ങൾക്ക് ഇനിയിപ്പം ഇവർക്കൊക്കെ ഓരോരോ ആക്സസ് കൊടുക്കണമെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ സൈൻ ഔട്ട് ഇട്ടൊന്നും കൂടി ഇപ്പൊ സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മളുടെ നമ്പർ അടിക്കുക, നമ്പർ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുക്കുന്നു. അതിൽ OTP വരും. നിങ്ങളുടെ ഈ നമ്പർ ആയിരിക്കും മെയിൻ കേട്ടോ. മെയിൻ അക്കൗണ്ട് നിങ്ങളായിരിക്കും. 764,512. ഇതിപ്പം എല്ലാ സിസ്റ്റത്തിനും എവിടെ നിന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ? അതായത് പിന്നെ മെയിൻ നിങ്ങളുടെ അക്കൗണ്ട് ആയിരിക്കും. അവർക്കൊക്കെ എന്ന് പറഞ്ഞാല് വേറെ അക്കൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യലാ വേണ്ടത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഡാഷ്ബോർഡ്. ഇങ്ങനെയാണ് ഡാഷ്ബോർഡ് ഉണ്ടാവുക. അതെ, ഇവിടെ നിങ്ങൾക്ക് നടക്കുന്ന ട്രാൻസാക്ഷൻ കാര്യങ്ങൾ, സെയിലിന്റെ സംഭവങ്ങളൊക്കെ ഇവിടെ വരും. ഏതൊക്കെയാണ് പേയ്മെന്റ് വന്നിട്ടുള്ള, പേയ്മെന്റ് എന്താണ് സ്റ്റാറ്റസ്, കാര്യങ്ങളൊക്കെ കാണിക്കും. ഇതിലുള്ള എല്ലാം കാണിക്കും. ഓവർവ്യൂല് നിങ്ങൾ ടോട്ടൽ ചെയ്ത സെയിലിന്റെ കാര്യങ്ങൾ, എത്ര ചാർജ് പിടിച്ചിട്ടുണ്ട്, എത്ര സംഭവങ്ങൾ, അതിൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണിക്കും. എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തിട്ടില്ല, ഏതെങ്കിലും ഫെയിൽഡ് ആണോ, ഏതൊക്കെ പെയ്ഡ് ചെയ്തിട്ടുണ്ട് സംഭവം അവിടെ കാണിക്കും. പിന്നെ മൂന്നാമത്തെ ലിങ്ക് ആണ്. ലിങ്ക് നിങ്ങൾ കസ്റ്റമറിന് അയക്കുന്നത്. ഇതിപ്പം ഓൾറെഡി ഇതിപ്പം ട്രയൽ ചെയ്ത് ഓക്കെ ആയിരിക്കും. ഇതില് ഇപ്പൊ 3 ട്രാൻസാക്ഷൻ ആണ് ഇപ്പൊ ഇതിൽ നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്നത്. പുതിയ ലിങ്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം? ക്രിയേറ്റ് ലിങ്ക് കൊടുക്കുക. മേലെ ക്രിയേറ്റ് ലിങ്ക് പോവാ. ക്രിയേറ്റ് ലിങ്ക് കൊടുക്കുക. പിന്നെ ഐറ്റത്തിന്റെ നെയിം എന്തെങ്കിലും കൊടുക്കാം. LED ലൈറ്റ്. ഓക്കെ, പ്രൈസ് വന്നിട്ട് അതൊരു 75 dirhams. ഓക്കെ, എത്ര വരെ? ഇതിപ്പോ നെറ്റ് ആണ് വരുന്നത്. നെറ്റ് എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ നിങ്ങൾ ടാക്സിന്റെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല അവിടെ സെറ്റിംഗ്സിൽ. അത് സെറ്റ് ചെയ്തതിന് എന്താ ഈ ഓട്ടോമാറ്റിക് ടാക്സ് ആഡ് ആവും. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ ചാർജ് ഉണ്ടല്ലോ, സർവീസ് ചാർജ് നമ്മൾ എടുക്കണേ, അതും നിങ്ങൾക്ക് ആഡ് ചെയ്യണേ, അതും ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇതിലിപ്പം എത്രയാണ് ഇൻവോയ്സ് എമൗണ്ട് പ്ലസ് സർവീസ് ചാർജ് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം അല്ലേ? ആഡ് ചെയ്യണ്ട. നമ്മൾ എൻട്രി ചെയ്യുന്ന എമൗണ്ട് ആണ് വരിക. അതെ, എൻട്രി ചെയ്യുന്ന എമൗണ്ട് ആണ് ഇപ്പം വരാന്. അത് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാത്തോണ്ട്. ഓക്കെ, പിന്നെ ഇതില് വന്നിട്ട് കസ്റ്റമർ നെയിം എന്താ അത് നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട്സ്, പ്രൊഡക്റ്റിന് എന്തെങ്കിലും നോട്ട്സോ കാര്യങ്ങൾ കൊടുക്കണേ അങ്ങനെ കൊടുക്കാം. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർ സൈഡിൽ നിന്ന് അഡ്രസ്സ് കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്യണമെങ്കിൽ, അതായത് അവർക്ക് ലിങ്ക് കിട്ടുന്ന സമയത്ത് അത് ഫില്ലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് വേണമെങ്കിൽ കൊടുക്കാം. എനേബിൾ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. രണ്ടും ചെയ്യാൻ പറ്റും. രണ്ടും ഉണ്ട്. അതിപ്പോ കൊടുത്തതിന് അതിൽ ലിങ്കിൽ രണ്ടും കാണിക്കും. ഏതാ വേണ്ട അവർക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ടമാര വേണമെങ്കിൽ ടമാര ഓഫ് ചെയ്യാം. ടാബ് മാത്രം കൊടുത്ത് പിന്നെ എക്സ്പയർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതായത് ഇത്ര മണിക്കൂർ കൊണ്ട് ലിങ്ക് എക്സ്പയർ ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പേയ്മെന്റ് അങ്ങനെ കസ്റ്റം ടൈം സെറ്റ് ചെയ്യാം. അതിപ്പോ നമ്പർ ഓഫ് പേയ്മെന്റ് കാണിക്കുന്നു. ആ നമ്പർ ഓഫ് പേയ്മെന്റ് മൾട്ടിപ്പിൾ ചെയ്യുന്നത്, റെക്കറിംഗ് ആയിട്ട് ചെയ്യുന്ന. അപ്പോ റെക്കറിംഗ് ആയിട്ട് മന്ത്ലി ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ അതിനുള്ളതാണ്. അത് ചെയ്യണ്ട. നിങ്ങൾക്ക് മന്ത്ലി ആയിട്ട് റെക്കറിംഗ് ഉണ്ടെങ്കിൽ കൊടുത്തതിന് ഓട്ടോമാറ്റിക് ആ ടൈം ഓട്ടോമാറ്റിക് ഇതാവും. അതെ, പിന്നെ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കസ്റ്റം ഫീൽഡിൽ പോയിട്ട് അഡീഷണൽ എന്താണ് വേണ്ടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റും. നെസസറി അല്ല. ക്രിയേറ്റ് ലിങ്ക് കൊടുക്കുക, ഷെയർ ചെയ്യാൻ നേരെ നെയിം, എമൗണ്ട്, പിന്നെ കസ്റ്റമർ നെയിമാണ് മെയിൻ. മീൻസ് നിങ്ങൾ ലിങ്ക് വലിയ എമൗണ്ട് ഒക്കെ അയക്കുമ്പോൾ സ്വാഭാവികം നമ്മുടെ ബാക്കിന്റെ റിസ്ക് ടീം നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഏതാണ് ലെജിറ്റ് ആണോ, കാരണം സെയിം നെയിമിൽ തന്നെയാണ് അവർ ട്രാൻസാക്ഷൻ ചെയ്യുന്ന കാർഡ്
ഓക്കെ, ഒരു കസ്റ്റമർ കമ്പനി നെയിം ആണെങ്കിൽ ആ കമ്പനിന്റെ ഇതാണ് തന്നെയാണ് ഇത്. ആ നെയിമാണ് മെയിൻ നോക്കാൻ. ഓക്കെ, അപ്പൊ ക്രിയേറ്റ് ലിങ്ക് കൊടുത്തു. ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഈ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഇതില് ലിങ്ക് ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഷെയർ ചെയ്താൽ മതി. ഇതിലിപ്പം ഉള്ള വാല്യൂ 75 ചാർജസ് 00 എന്നാണ് കാണുന്നത്. ഒന്നുമില്ല, കാരണം അത് എന്തുകൊണ്ടാ വെച്ചാൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല. എങ്ങനെ സെറ്റ് ചെയ്ത് അഡീഷണൽ സർവീസ് ചാർജ് കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ഒന്ന് സെറ്റ് ചെയ്യാത്തുണ്ട്, 0 കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ വാട്സപ്പ് ഫേസ്ബുക്ക് ഏതാണ് നിങ്ങൾക്ക് ഇമെയിലോ അങ്ങനെയാണ് കോപ്പി ചെയ്തിട്ട് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്യാം. അപ്പൊ അല്ലേ ഇതിലിപ്പോ ഇങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ അത് ഓപ്പൺ ആയിക്കോ ജസ്റ്റ്. ഓക്കെ, ഓപ്പൺ ആയി കഴിഞ്ഞാല് ഇതിൽ ഡയറക്റ്റ്ലി അവർക്ക് ടാബ് മാത്രം. പിന്നെ ടാബ് അങ്ങനെ കാർഡ് നിങ്ങളുടെ പ്രൊഡക്റ്റിന്റെ സമ്മറീസ് കാര്യങ്ങൾ കാണിക്കും. ആർക്കാണ് ചെയ്യുന്നത്, എന്താണ്. ടാബിൽ വെച്ചിട്ട് ഇപ്പൊ ഞാൻ തന്നെ അതിൽ പേയ്മെന്റ് ചെയ്ത് നോക്കിയാലോ? ട്രൈ ചെയ്തോ. ഓക്കെ, അതില് ചെയ്തിട്ട് ഇപ്പം നെയിം എന്റെ പേരിലാണ് തൽഹ. ഓക്കെ, മെയിൽ ഐ ഡി നമ്മൾ എന്റെ മെയിൽ ടാബിൽ കൊടുത്ത ഇമെയിലാ കൊടുക്കണ്ടേ. ടാബിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ ഉണ്ടല്ലോ, ടാബിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിലാ കൊടുക്കണ്ടേ. ടാബിൽ യൂസ് ചെയ്ത മെയിൽ ഇടണം. കണ്ടിന്യൂ. ഇനി കണ്ടിന്യൂ. ഇതിലിപ്പം ഇത് കാർഡിന് പേയ്മെന്റ് മെത്തേഡ് കൊടുക്കണ്ട. കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് കഴിഞ്ഞാൽ ഇതിപ്പോ എന്താണ് വരുന്നത് 75. ഇപ്പൊ ഇതില് കണ്ടിന്യൂ ടു ടാബി ആപ്പ് കാണാൻ. അപ്പൊ ഇതില് ഇനിയിപ്പം ടാബി ആപ്പ് പോയിട്ട് വേണം പേയ്മെന്റ് ചെയ്യാൻ. അല്ല, ഓട്ടോമാറ്റിക് റീഡയറക്ട് ആവും. ഇത് ഡിഡക്ട് ആയി ഓൾറെഡി എമൗണ്ട് പോയാലുണ്ട്. കംപ്ലീറ്റ് അല്ലല്ലോ. ഇതിലിപ്പോ എങ്ങനെയാണ് ഇപ്പൊ ചെയ്ത് OTP വന്നാ കൺഫേം ആണ് പറഞ്ഞിരിക്കുന്നത്. കൺഫേം ഇതിലിപ്പോ എനിക്ക് അത് വന്നു. അപ്പൊ എന്ത് ചെയ്ത് ഓക്കെ 27 ആണ് നൂണോ വരും. 27. അപ്പൊ 27 നിങ്ങൾ ഇന്നലെ ചെയ്തല്ലേ? അത് ഇന്നലെ ചെയ്തതിന് മുന്നേ ഇതിപ്പോ നിങ്ങൾ കൺഫേം കൊടുത്തോ? 75x4 എന്ന് പറയുമ്പോ 18.75 അതുപോലെ അത് വീണ്ടും പിന്നെ രണ്ടാമത് വീണ്ടും ചെയ്യേണ്ടി വരും. അല്ലാതെ നിങ്ങൾ ഇത് കൊടുത്തിട്ടില്ല, കംപ്ലീറ്റ് കൊടുത്തിട്ടില്ല. കൺഫ്യൂഷൻ നോർമലി മുന്നേ എങ്ങനെ ഉണ്ടായിരുന്ന വെച്ചാല് പിന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് അവിടെ OTP, അതായത് ഗേറ്റ് വേയിലേക്ക് പോവും ടാബിന്റെ. അവിടെ നിന്ന് നിങ്ങൾ OTP കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ അത് ചേഞ്ച് ചെയ്തിട്ട് ഫോണിന്ന് ഇത് കൊടുക്കലാക്കി, എനേബിൾ ചെയ്യണാക്കി. കാരണം സെക്യൂരിറ്റി റീസൺ കൊണ്ട് അങ്ങനെ ചെയ്തതാ. ഇപ്പൊ നമ്മളിപ്പോ മൊബൈൽ ഇപ്പൊ ഇതിലൊക്കെ ഉണ്ടല്ലോ, ബാങ്കിന്റെ ആപ്പിലൊക്കെ കാണുന്നില്ലേ വെരിഫിക്കേഷൻ ആപ്പ് വഴി ചെയ്യുന്നത്. സെയിം അതേപോലത്തെ സിസ്റ്റം ചെയ്തതാണ്. ഒന്നുകൂടി ഞാൻ കുറച്ച് ടൈം ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിലുള്ളതില് അത് കൊടുത്തു. P75 ഉള്ളത് ഇതിലിപ്പം ടാബ് ഇതിലിപ്പോ ആക്റ്റീവായി 75 എന്ന് കൊടുത്തു. അപ്പോ എന്നിട്ട് ഓക്കെ 75 പർച്ചേസ് വിൽ ബി ഇതിൽ 27